സാക്ഷി നിൽക്കേണ്ടി വന്നാൽ ഒരു പുരുഷൻ സാക്ഷി നിൽക്കണമെന്നും സ്ത്രീകളാണെങ്കിൽ 2 സ്ത്രീകളാണ് സാക്ഷി നിൽക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു വേഷവിധാനത്തിന്റെ ഒരു പരാമർശമുണ്ട്. അതിൽ പറയുന്നത് സ്ത്രീയാണെങ്കിൽ അവളുടെ തലമുടി പുറത്തു കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മതവിരുദ്ധമായൊരു വിഷയമായിരുന്നുവെങ്കിൽ മുഖം മറക്കൽ, പുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറക്കുക എന്ന് അത് അനുവദനീയമായിരുന്നുവെങ്കിൽ നബി അതവിടെ പറയേണ്ടിയിരുന്നു. നബി അവിടെ അനുവദിച്ചിട്ടില്ല. ഹജ്ജിന്റെ വേളയിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടുന്ന, മുസ്ലിങ്ങൾ സമ്മേളിക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. മക്കയിൽ വന്നുകൊണ്ട് പ്രത്യേകിച്ച് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷവിധാനത്തെക്കുറിച്ച് പരാമർശിച്ചെടുത്ത് പറഞ്ഞത് മുഖവും മുൻകൈയും ഒഴിവാക്കണം എന്നതാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച കാര്യമാണ്. ഇനി ഫിഖ്ഹ് പണ്ഡിതന്മാർ, ഇസ്ലാമിലെ ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന ഫിഖ്ഹ് പണ്ഡിതന്മാർ, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കേണ്ടതില്ല എന്ന് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വവുമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനത്തെ മാത്രം കടമെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ എന്ന് പറഞ്ഞത് ഇല്ലാ മാ അൽഹറ എന്ന പദം പ്രയോഗിച്ചുകൊണ്ടാണ്. അത് സാങ്കേതികമായ ഒരു പദമാണ്, അറബി പദം. കുട്ടികൾക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. അൽഹറ എന്ന് പറഞ്ഞാൽ പ്രകടമാകുക. ഈ വിഷയം വെച്ചുകൊണ്ടാണ് ചില ആളുകൾ ദുർവ്യാഖ്യാനം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ 1990-കൾക്ക് ശേഷമാണ് ഈ സമ്പ്രദായം നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നത് എന്ന്. ഇതിനൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകൾ അൾട്രാ സെൽഫികൾ എന്ന് വേണമെങ്കിൽ ഞങ്ങൾ പറയും, കുറച്ചും കൂടി കടന്നു വന്നാൽ അപ്പുറത്തേക്ക് പറയും. ഞാനൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് മുസ്ലിം സമുദായത്തിന്, മുസ്ലിം സ്ത്രീകൾക്ക് അംഗീകാരവും ബഹുമാനവും നേടിക്കൊടുക്കുന്നതിൽ ഈ പ്രസ്ഥാനം കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരാധനകൾ പോലും നിർവഹിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം നിർവഹിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളായിരുന്നു എന്നതാണ് അന്ന് പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, കേരളീയക്കരയിലും മുമ്പുണ്ടായെന്ന പ്രശ്നം മാറുമറക്കൽ സമരം, മാറുമറക്കാനുള്ള അനുവാദത്തിനുള്ള സമരം നടത്തിയ നാടാണ് കേരളീയ സമൂഹം എന്ന് പറയും. ഇന്ന് അവിടെ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഇനി മുഖം മൂടി മാറ്റിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളീയ സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യുന്നു. എന്റെ ഭാര്യ ഷോപ്പിങ്ങിന് വേണ്ടി കോഴിക്കോട് നഗരത്തിൽ നിന്ന്, ഉദാഹരണം SM സ്ട്രീറ്റിൽ നിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി അടുത്ത ഷോപ്പിൽ കയറുന്നു. അവൾ ആര് പിന്നാലെ പോകുന്നത് എനിക്കറിയില്ല. കാരണം അവൾ തിരിച്ചു വരുന്നത് അത് ഏത് പെണ്ണാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം മുഖം മൂടിയാണ്. ഒരു ഭീകരവാദിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. മുഖം എന്ന് പറയുന്നത് പൂർണ്ണമായി കണ്ണുപോലും മൂടിക്കെട്ടിയിട്ട്. എന്റെ കോളേജിൽ നേരത്തെ അസീസ് സാഹിബ്, അദ്ദേഹത്തിന്റെ ഡോക്ടർ അസീസ് സാഹിബ് സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അറബിക് കോളേജുകൾ എന്ന് പറയുന്നത്. സത്യത്തിൽ പറയട്ടെ, എന്റെ കോളേജിൽ 212ഓളം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ, പൂർണ്ണമായും മുസ്ലിം പെൺകുട്ടികളാണ്. ഒരൊറ്റ മുസ്ലിം പെൺകുട്ടി പോലും മുഖം മറച്ചുകൊണ്ടല്ല വരുന്നത്. അറബിക് കോളേജുകളെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അറബിക് കോളേജുകളിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന, എനിക്ക് അതും കൂടി പറയാനുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയോ സംഘടനകൾ നടത്തുന്ന ഏതൊരു അറബിക് കോളേജിലും ഈ സമ്പ്രദായങ്ങൾ അനുവദിക്കുന്നില്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നുപോയ ചില ആളുകൾക്ക് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ട് എന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. യമനിൽ നിന്ന് കടന്നു വരുന്ന ചില പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം എടുക്കാൻ പാടില്ല, അവർ കോളേജുകളിൽ കലാലയങ്ങളിലോ പോവാൻ പാടില്ല, അവർ പ്രത്യേകിച്ച് ആരാധനകൾ നിർവഹിക്കാൻ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അവർ പത്രങ്ങൾ വായിക്കാൻ പാടില്ല, അവർ TV കാണാൻ പാടില്ല, ഈ പൊതുസമൂഹവുമായി യാതൊരു ബന്ധവുമായി അവർ പുലർത്താൻ പാടില്ല. അവർ വീടിന്റെ ഉള്ളിൽ 4 ചുമരുകൾക്കിടയിൽ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു അടിമയെപ്പോലെ വീട്ടിലുള്ള ജോലികൾ നിർവഹിക്കുക മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദമ്മാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ടീം കടന്നു വരുന്നുണ്ട്. അവരാണ് ഈ ആശയങ്ങളും ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു എന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇന്ന് നടക്കുന്ന ഭീകരപ്രവർത്തനത്തിന്റെ
മുഖംമൂടികളായി കടന്നു വരുന്നത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. ലോകത്ത് കാണുന്ന തീവ്രവാദികൾ, കാശ്മീർ എന്ന് നമ്മൾ പറയും, ഏത് തീവ്രവാദിയാവട്ടെ, ഇവിടെ നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, അവിടെയും തീവ്രവാദികളുടെ മുഖചിഹ്നമായി മാറുന്നത് മുഖംമൂടിയാണ്. അത് ഒരു തീവ്രവാദത്തിന്റെ മുഖമാണ്. അത് പാശ്ചാത്യരുടെ കടന്നുകയറ്റത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ സാമൂഹിക തിന്മകൾ വളർത്തിയെടുക്കാൻ ഇത് പ്രത്യേകമായി കാരണമായി തീരുന്നു. ഇനി ഇതൊക്കെ ഇസ്ലാമിലെ പർദ സമ്പ്രദായം, ഇനി പർദ എന്നെ ഇസ്ലാം അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, എവിടെയും കാണാൻ സാധ്യമല്ല. പർദ ധരിക്കണമെന്ന് ഒരു സ്ത്രീയോട് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ മാന്യമായ വേഷം ധരിക്കണമെന്ന് പറഞ്ഞു. ആ മാന്യമായ വേഷമെന്ന് അവരുടെ മുഖമക്കനുകൾ അവർ മാറിടത്തിലേക്ക് താഴ്ത്തിടട്ടെ എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അവർ പൂർണ്ണമായി മറച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുറത്തേക്കിറങ്ങണം എന്ന് ഖുർആനിൽ എവിടെയും പറയുന്നില്ല, ഹദീസുകളിലും പറയുന്നില്ല. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അതാണ്. ഇദാ ഖലല്ലാഹു റസൂലുഹു അംറ, അല്ലാഹും അവന്റെ റസൂലും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ മുസൽമാന് യോജിച്ചതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ സ്ത്രീ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിരുദ്ധമായി നീങ്ങുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് സ്ത്രീ മുഖം മറക്കേണ്ടതില്ല എന്ന്. ഹദീസ് പറയുന്നുണ്ട് സ്ത്രീ മുഖം മറക്കേണ്ടതില്ല എന്ന്. ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഇബ്നു ജരീർ തബരിയെ പോലെയുള്ള, അതുപോലെ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും ഈ വിഷയത്തിൽ പറയുന്നത് സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മാത്രമേ അവർ മറക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ ഒരു രാഷ്ട്രീയ ഭാഗമായി, ഒരു രാഷ്ട്രീയ കച്ചവടമായി ചില ആളുകൾ കാണുന്നുണ്ട്. ചില ആളുകൾ മതത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട്, ഇനി ഇതിനെ വിമർശിക്കുന്ന, അതും കൂടി സൂചിപ്പിക്കട്ടെ, ഇതിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളും, ഇന്ന് വരെ നിലനിൽക്കുന്ന വിമർശകർ മുഴുവനും ഇക്കാലം അത്രയും സ്ത്രീകളെ തളച്ചു കെട്ടിയവരാണ്. അവർ സ്ത്രീകളെ തടച്ച്, സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച ആളുകളാണ്. എന്നാൽ സ്ത്രീകൾക്ക് എവിടെയും അവർ ചൂഷണത്തിന് വിധേയരുമാണ്. ജാരങ്ങളിൽ അവർക്ക് പോവാം, യാതൊരു വിരോധവുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും അർദ്ധരാത്രികളിലുള്ള പ്രഭാഷണങ്ങളിലോ അതിൽ പങ്കെടുക്കാൻ യാതൊരു വിരോധവുമില്ല. സ്ത്രീക്ക് എവിടെയും അങ്ങനെ പോകുന്നു. എന്നാൽ സ്ത്രീക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. അപ്പൊ സ്ത്രീയുടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച, സ്ത്രീക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിച്ച, സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനോ ജോലി ചെയ്യുവാനോ പോലും നിഷേധിച്ച ഒരു സമൂഹമാണ് ഇതിന്റെ പിന്നിൽ വിമർശനവുമായി കടന്നു വരുന്നത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഒന്നും കൂടി പറയട്ടെ, ഇജ്മാ എന്ന് പറയുന്ന ഒരു തത്വം ലോകത്തുണ്ട്. ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദമാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ. മുസ്ലിം പണ്ഡിതന്മാരുടെ, ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം എന്നതാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഏകോപിച്ച ഒരു അഭിപ്രായം പറയുന്നത്. ഇക്കാലം അത്രയും ഏകദേശം എനിക്ക് പറയാൻ കഴിയും 1940 വരെയും ഈ വിഷയത്തിൽ ഒരു ഏകാഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലോകത്ത്. എന്നാൽ പിൽക്കാലത്ത് 1940-കൾക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത കടന്നു വരുന്നത്. അത് സൗദി അറേബ്യയുടെ ഒരു ഭാഗത്തു നിന്നുണ്ട്, യമനിന്റെ മറ്റൊരു ഭാഗത്തു നിന്നുണ്ട്, ഖത്തറിന്റെ വേറൊരു ഭാഗത്തു നിന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലൊക്കെ സമയമായി എന്ന് എനിക്ക് മനസ്സിലായി, അവസാനിപ്പിക്കുകയാണ്. ഏതായാലും മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗത്തു നിന്നുമാണ് ഇത്തരം ഒരു ചർച്ച ലോകത്തേക്ക് കടന്നു വന്നത്. ഏതായാലും ഈ ചർച്ചയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ച MES-നോടുള്ള എല്ലാവിധ ബഹുമാനവും, പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റിനോടുള്ള ബഹുമാനം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നെയ്ത്ത് പോലുള്ള ഒരു പരിരക്ഷ നൽകേണ്ട സമയവും സന്ദർഭമായിട്ടുണ്ട്. എല്ലാറ്റിലേക്കും വലിച്ചു വെച്ച് ബഹുഭാര്യത്താണെങ്കിലും വിവാഹപ്രായമാണെങ്കിലും എല്ലാ വിഷയത്തിലും സമുദായത്തെ വലിച്ചേച്ച്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം. അതിനിടയ്ക്കാണ് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ ഒരു പ്രസ്താവനയും കേസുമായി പോകുന്നത്. അദ്ദേഹത്തിന് വിഷയത്തിന്റെ മർമ്മം മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്നലെയും മാതൃഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഒരു വിയോജനക്കുറിപ്പും കൂടി കണ്ടു. സത്യത്തില് ഈ വിഷയത്തിൽ പർദാ സമ്പ്രദായം തന്നെ കടന്നു വന്നത്. പ്രത്യേകിച്ച് ഒന്നും കൂടിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രവേഷ വിധാനം പഠിപ്പിക്കുന്നത് വെള്ളവസ്ത്രമൊക്കെയാണ്, ചുവപ്പ് വസ്ത്രമൊക്കെ. ഈ പർദ എന്നത്, കറുത്ത പർദ എന്നതും അത് ഇസ്ലാമികമല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു കളർ നബി പഠിപ്പിച്ചിട്ടില്ല. അവസാനിപ്പിക്കുന്നു. അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ അബ്ദുള്ള സാഹിബ് എന്നോട് ചോദിച്ച് MES-ന്റെ ഒരു പരിപാടി എത്ര ശുഷ്കിച്ച് നിൽക്കുന്നതെന്ന്, ഫസൽ ഗഫൂറും ക്ഷീണിച്ചു പോയോന്ന്.
അപ്പൊ ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ പൊതു മീറ്റിംഗ് അല്ല. ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒരു ടേബിൾ ടോക്ക്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു അഭിപ്രായ സമന്വയത്തിലെത്തിയിട്ട് മാത്രമേ ഉള്ളൂ മീഡിയയെ വിളിക്കുക. മീഡിയ വിളിച്ചിട്ടില്ല. കാരണം മീഡിയ വിളിച്ചു കഴിഞ്ഞാൽ അബ്ദുള്ള സാഹിബ് എന്നെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം ബാക്കിയുണ്ടാവുള്ളൂ. ഏത് സുന്നികളുടെ കാര്യത്തിൽ ഞാനും മൂപ്പരും കൂടെ അതായിരിക്കും ഹെഡ്ലൈൻ ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ മതപരമായിട്ടുള്ള കാര്യമായതുകൊണ്ട് അതൊട്ടും മനസ്സിലാക്കാത്ത മീഡിയ വേണമെന്നിട്ട് കാര്യമില്ല. അപ്പോ യഥാർത്ഥം നമ്മളിവിടെ കാണുന്ന വെച്ചാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളായ മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്ത് പ്രസ്ഥാനം, MSS, MES അതിന്റെ ഔദ്യോഗികമായിട്ട് പെർമിഷൻ എടുത്ത് വന്നിട്ടുള്ള നേതാക്കന്മാരും നമ്മുടെ റെസിഡന്റ് ബുദ്ധിജീവിയായിട്ടുള്ള അബ്ദുള്ള സാഹിബുമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം പണ്ഡിതനാണ്. ഇതെന്താ ഫസൽ ഗഫൂർ പണ്ഡിതനല്ല. ചോദ്യം കൂടെ ചോദിക്കണം എന്തോ, ഇയാൾക്ക് മറ്റേ ശരീരത്തിന്റെ ചികിത്സ പോരെ, ശരീരത്തിന്റെ ചികിത്സ വേണോ എന്നൊക്കെ ചോദിക്കും. ശരീരത്തും ഈ പർദ്ദയായിട്ട് എന്താ ബന്ധമുള്ളത്? മനസ്സിലെ അത് തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ അതിന്റെ ഒരു വിരലായ്മയാണ് എഴുതിയിരിക്കുന്നത്. ശരീരത്തും പർദ്ദയായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. പിന്നെ ഹദീസായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാം. മനസ്സിലെ അല്ല, ഇതായിട്ട് ബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ പാടില്ല. ഇവരൊക്കെ എല്ലാവരും കൂടെ എത്ര വലിയ സദസ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ സദസ്സുമില്ല, ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ ലോഡ് ചെയ്യും. മതിയല്ലോ. അത് നല്ല പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളുടെ മറുപടി ഫസൽ ഗഫൂറിന് മറുപടി ചോദിച്ചിട്ടുണ്ട് സമസ്ത. എന്തേലേ ഞാൻ എന്ത് മറുപടി പറയാനാ? ഞാൻ ഈ ഇൽമ് ഞാനൊരു ജാഹിലാണെന്ന് പറയാൻ തയ്യാറായ പോരെ? മതകാര്യങ്ങളിൽ ഞാനൊരു ജാഹിലാണ്. എനിക്ക് ഇൽമ് കുറവാണ്, കേട്ട് കേൾവി മാത്രമേ എനിക്കുള്ളൂ. തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. പക്ഷേ പണ്ഡിതന്മാർ ഇതിൽ ഏറെ പാണ്ഡിത്യമുള്ള ഇത്രയധികം ആൾക്കാരിവിടെ ഉണ്ട്. മതസംഘടനകളുടെ ആൾക്കാരാണ്. എന്തല്ല അവരുടെ അഭിപ്രായമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെ അഭിപ്രായം എന്നുള്ള നിലക്ക് ഞങ്ങളത് യൂട്യൂബിൽ നിങ്ങൾ പറഞ്ഞ അതേപടി തന്നെ യാതൊരു തിരുത്തലില്ലാതെ ലോഡ് ചെയ്യും. മറ്റേ മീഡിയ വിളിച്ചാൽ കഷ്ണം കഷ്ണമാക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ തമ്മിൽ തല്ലുപിടിപ്പിക്കും. അതാണ് സംഭവം. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് ബഷീർ. അടുത്തതായി GIA പ്രതിനിധീകരിച്ചുകൊണ്ട് റുക്സാനയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന വസ്ത്രധാരണവും കാഴ്ചപ്പാടും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂർ സാഹിബ് നടത്തിയ ഒരു പരാമർശം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച, അതിലുള്ള ഒരു അഭിപ്രായ സമന്വയം എന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അറിഞ്ഞത്. എന്തായാലും എന്താണ് പെണ്ണിന്റെ അല്ലെങ്കിൽ മുസ്ലിം പെണ്ണിന്റെ മുസ്ലിം ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് അവർ വിശ്വസിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൽ എന്തു പറഞ്ഞിരിക്കുന്നു എന്നത്, നിങ്ങൾ മാതൃകയായി പിന്തുടരണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ അദ്ദേഹത്തിന്റെ വചനങ്ങൾ എന്തു പറഞ്ഞിരിക്കുന്നുവെന്നത് നേരത്തെ വളരെ വ്യക്തമായി അറബി ഭാഷയോടുകൂടി തന്നെ അതിന്റെ തർജ്ജമയോടും കൂടി ഇവിടെ പറയുകയുണ്ടായി. വളരെ വ്യക്തമാണ്. മുസ്ലിം പെണ്ണിന്റെ വസ്ത്രധാരണം എന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ അവൾ മറച്ചുകൊള്ളട്ടെ, അതാണ് അവളുടെ വസ്ത്രധാരണ രീതി എന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസും അല്ലെങ്കിൽ പ്രവാചക വചനവും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പറയുന്ന വസ്ത്രത്തിന്റെ നിറം എന്തായിരിക്കണമെന്നതോ അതിന്റെ രൂപം അല്ലെങ്കിൽ അതിന്റെ ഭംഗി അതെത്രത്തോളം ഉണ്ടായിരിക്കണമെന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല. അഥവാ കറുപ്പ് പർദ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ പർദ അഥവാ ഹിജാബ് അല്ലെങ്കിൽ ഈ പർദ, ഇത് മാത്രമാണ് മുസ്ലിം പെണ്ണിന്റെ വസ്ത്രധാരണം. അതല്ലാത്തതൊന്നും ഇസ്ലാമിക വസ്ത്രധാരണ രീതിയല്ല എന്നതിനോട് ഒരു തരത്തിലും യോജിക്കുവാൻ തീർച്ചയായും ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല. ഇത് ഞങ്ങൾക്കും എനിക്കും GIOവിനും ജമാഅത്ത് ഇസ്ലാമിയും ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നമുക്കറിയാം, നവോത്ഥാന സംഘടനകൾ അവർ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് പെണ്ണെന്ന് പറയുന്നത് അവൾക്ക് വീടകങ്ങളിൽ ഒതുങ്ങി കഴിയേണ്ടവളാണ് അവളെങ്കിൽ അവൾക്ക് ഈ ഹിജാബിന്റെ അഥവാ മുഖവും മുൻകൈയും ഒഴികെ ബാക്കി ഭാഗങ്ങൾ മറക്കുന്ന ഒരു വസ്ത്രത്തിന്റെ ആവശ്യം ഇല്ല. കാരണം അവൾ വീടകങ്ങളിൽ
അവരുടെ ഉമ്മയോടും ബാപ്പയോടും സഹോദരന്മാരോടും കൂടെ കഴിയുന്ന സമയത്ത് അവൾക്ക് മറക്കേണ്ടതില്ല. അവൾക്ക് അഥവാ ഔറത്ത് എന്ന് പറയുന്ന പല ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മറിച്ച് അവൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടവളാണ്. പൊതുസമൂഹത്തിൽ അവളുടെ അഭിപ്രായ പ്രകടനം അവൾ നടത്തേണ്ടവളാണ്. അവൾ പഠിക്കുകയും പൊതുസമൂഹത്തിന് അവളുടെ സേവനം കാഴ്ചവെക്കുകയും ചെയ്യേണ്ടവളാണ് എന്നതുകൊണ്ടാണല്ലോ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ഈ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും പെണ്ണിനെ നേരത്തെ ക്ലോക്ക് പിന്നോട്ട് തിരിയുന്നു എന്ന് പറയുന്നത് പോലെ പിന്നോട്ട് തിരിക്കാൻ വേണ്ടിയോ വീണ്ടും അടഞ്ഞ ഒരിക്കലും വളർച്ചയില്ലാത്ത ഒരു സമുദായത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയും അല്ല. മറിച്ച് പെണ്ണിന്റെ വസ്ത്രധാരണം ഇതാണ് എന്ന് വളരെ വ്യക്തമായി ഖുർആനും ഹദീസും പറയുന്നു. മുഖം മൂടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊന്നും മുഖം മൂടൽ നിർബന്ധമാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മുസ്ലിം പെണ്ണ് അവൾ മുഖം മൂടണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പർദ്ദയുമായി ബന്ധപ്പെട്ട് തന്നെ അറേബ്യൻ നാടുകളിലെ മണൽക്കാറ്റുമായി ബന്ധപ്പെട്ട് അത് അടിച്ചു വീശുമ്പോൾ സ്വാഭാവികമായും പ്രശ്നമുണ്ടാവുന്ന പ്രയാസമുണ്ടാകുമ്പോഴാണ് മുഖം മൂടിയിരുന്നത് അറേബ്യൻ സ്ത്രീകൾ എന്നുവരെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ അറേബ്യൻ പുരുഷന്മാരും എന്ത് ചെയ്യും, മണൽക്കാറ്റ് ഉള്ള സമയത്ത് മുഖം മൂടുമായിരുന്നു. ജീൻസുമായി ബന്ധപ്പെട്ട് തന്നെ ഖനിത്തൊഴിലാളികളായ ആളുകളാണ് ആദ്യമായി ഈ വസ്ത്രത്തെ വ്യാപകമാക്കിയത് എന്നും അവരുടെ തൊലിക്കേൽക്കുന്ന പരുക്ക് നിസാരമാകുവാൻ വേണ്ടിയാണ് ജീൻസ് എന്ന വസ്ത്രം ആ ഒരു മെറ്റീരിയൽ ധാരാളമായി ഉപയോഗിച്ചതെന്നും വരുന്നുണ്ട്, കാണുന്നുണ്ട്, ചരിത്രം അന്വേഷിച്ചു നോക്കിയാൽ. അപ്പോൾ വസ്ത്രത്തിന്റെ അവരുടെ പരിസ്ഥിതി, അവരുടെ കാലഘട്ടം എന്നത് വളരെ വസ്ത്രത്തിന് ഒരു കണക്കിലെങ്കിൽ വേറൊരു കണക്കിന് സ്യൂട്ടാവുന്നത് വ്യാഖ്യാനിക്കുന്നതിൽ പ്രത്യേകം പങ്കുവഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജിയോവിന് ഒരു നിലപാടുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. മുഖം മറക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസത്തോടുകൂടെ നിലകൊള്ളുകയും മുഖം മറക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് മറക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകണം, വ്യക്തി സ്വാതന്ത്ര്യം നൽകണം എന്നതുമാണ്. ഒരിക്കലും നിങ്ങൾ ചുംബനത്തിന് വേണ്ടി വേറൊരു ദിവസവും മുഖം മൂടി വലിച്ചെറിയാൻ വേണ്ടി വേറൊരു ദിവസവും നിങ്ങൾ കാണരുത് എന്നതാണ് ജിയോവിന്റെ അഭിപ്രായം. കാരണം അതൊരു ഇപ്പം ജീൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പല ചർച്ചകളും നടക്കുമ്പോൾ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിൽ എത്തിച്ചേരുക എന്നത്, മറിച്ച് ചർച്ചകളും സംവാദങ്ങളും തീർച്ചയായും സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. മുഖം മറക്കുക എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പ്രകടിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവളുടെ മുഖം എന്നിരിക്കെ അവളെ അടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മുഖം മൂടി മാറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും മുഖം മൂടുക എന്നത് ഒരു പെൺകുട്ടിക്ക് യോജിച്ചതല്ല. അവൾ പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവളാണ്, പൊതുസമൂഹത്തിൽ സംവദിക്കേണ്ടവളാണ്, ഇടപെടൽ നടത്തേണ്ടവളാണ്, തീർച്ചയായും വിദ്യാഭ്യാസം നേടേണ്ടവളാണ്, പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവളാണ്. അതുകൊണ്ട് മുഖംമൂടിയുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിസ്വാതന്ത്ര്യമാണ് എന്നിരിക്കെ തന്നെ പൂർണ്ണമായ പിൻബലമില്ലാത്ത ഒന്നാണ് എന്ത്, മുഖം മൂടുക എന്നത്. പ്രാമാണികമായി പിൻബലമില്ലാത്ത മുഖം മൂടി അല്ലെങ്കിൽ നിക്കാബ് ധരിക്കുക എന്നത് പ്രാമാണികമായി പിൻബലമില്ലാത്ത പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണെന്നിവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പർദ്ദയുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് ചർച്ചകൾ നടക്കണം. മുസ്ലിം പെണ്ണുമായി ബന്ധപ്പെട്ട് തന്നെ നിക്കാബ്, പർദ്ദ, അങ്ങനെ ചർച്ചകളാൽ എന്താ പറയാ ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പെണ്ണ്. ശൈശവിവാഹം, പർദ്ദ, നിക്കാബ്, ഹിജാബ്, ഈ ഒരു ചർച്ചകളൊക്കെയും അവളുടെ മുന്നോട്ടു പോക്കിനെ എല്ലാ സംഘടനകളുടെയും സമന്വയമായ അഭിപ്രായ പ്രകാരം തന്നെ അവളുടെ മുന്നോട്ടു പോക്കിനെ മാത്രം പ്രോത്സാഹിപ്പിക്കട്ടെ. ഒരിക്കലും അവളെ വീണ്ടും പിന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പിന്നോട്ട് തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചേരാതിരിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി നിസാർ ഒളവണ്ണെ ക്ഷണിക്കുന്നു. MESന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ സാഹിബ്, വേദിയിലുള്ള അബ്ദുള്ള സാഹിബ്, ബഷീർ പട്ടേൽക്കാരും, IP അബ്ദുസലാം, സഹോദരി റുക്സാന, PT മൊയ്തീൻ കുട്ടി സാഹിബ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ യാദൃശ്ചികമായാണ് ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത്. ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മജീദ് സ്വലാഹിയാണ് ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹം മംഗലാപുരത്തായതുകൊണ്ട് ഒന്ന് പങ്കെടുത്ത് നിങ്ങളെ ഈ ചടങ്ങിൽ
സാന്നിധ്യം അറിയിക്കണം എന്നത് മാത്രമാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. ആ നിലയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഇപ്പൊ ഫസൽ സാഹിബ് തൊടുത്തുവിട്ട ഒരു ചർച്ച അങ്ങനെ കേരളം, പ്രത്യേകിച്ച് ഞങ്ങളെ മീഡിയ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ഫസൽ സാഹിബിന്റെ ഒരു ഭാഗ്യത, എന്ത് പറഞ്ഞാലും അത് വിവാദമാകുക, അതൊരു വലിയ പബ്ലിസിറ്റിയാണ്. അപ്പൊ നമ്മളൊക്കെ കുറെ കാലമായി സംഘടനാ പ്രവർത്തനം നടത്തും. പക്ഷെ ഒരു മെനക്കെടും ഇല്ലാതെ, ഒരു അധ്വാനവും ഇല്ലാത്ത രീതിയിൽ MESന് ഇതിന്റെ വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ, അത് ഏത് കാര്യമാണെങ്കിലും, പെൺകുട്ടികളുടെ വിവാഹപ്രായം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കാര്യങ്ങളായിക്കോട്ടെ, ഇനി സ്കൂൾ അനുവദിക്കുന്ന കാര്യമാണെങ്കിൽ പോലും, എന്തായാലും നേട്ടം മുഴുവൻ MESന് കിട്ടുന്ന ഒരു വല്ലാത്ത ഒരു ചുറ്റുപാടിലാണ് ഈ ചർച്ചയിൽ നമ്മൾ നടത്തുന്നത്. ഇതിപ്പോ കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അവസാനം സമാപന പ്രസംഗത്തിൽ എന്തുണ്ടെന്നായിരിക്കും പത്രക്കാരുള്ള ആളുകൾ ശ്രദ്ധിക്കുക. കാരണം ഫസൽ ഗഫൂറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു വെച്ചത് ഒരേ ആശയം തന്നെയാണ്. അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം പറയാൻ സാധ്യത ഉണ്ടായിരുന്നത് അബ്ദുള്ള സാഹിബാണ്. ആ പ്രസംഗം എനിക്ക് കേൾക്കാൻ കഴിയാതെ പോയി. ഏതായാലും ഈ ഹിജാബ്, ഇപ്പൊ നേരത്തെ റുക്സാനയും അതുപോലെ തന്നെ IP സലാമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി വിശുദ്ധ ഖുർആൻ കാണുന്നത് സ്വാഭാവികമായും ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ മറയ്ക്കുക, ഈ കാര്യത്തിൽ അവർക്ക് തങ്ങളുടേതായ സ്വാതന്ത്ര്യത്തെ പോലെ ചെയ്യാവുന്ന ഒരു രീതിയും. അതോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും വിവാദമായത്, പിന്നെ ഇന്നിപ്പോ രാവിലെ ബഹുമാന്യനായ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി സാഹിബ് എന്നെ വിളിച്ചു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ MESന്റെ ഒരു ചർച്ച ഉണ്ടെന്ന്, അപ്പൊ നിങ്ങൾ അതിലുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, നിങ്ങൾ ISMന്റെ പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയും ചെയ്തു. അപ്പോ പിന്നെ നേരത്തെ ഫസൽ സാഹിബ് ഉദ്ദേശിച്ചത് പർദ്ദയെയാണ്, പിന്നീടാണ് മുഖംമൂടിയിലേക്ക് മാറിയത് എന്ന രീതിയിലാണ് അദ്ദേഹം. ഞാൻ ട്രെയിനിലായതുകൊണ്ട് എനിക്ക് സംസാരം അത്ര ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ വിവാദമായ സമയത്ത് സ്വാഭാവികമായും പിന്നെ പർദ്ദയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശദീകരണം ചോദിച്ചത്. ആ വിശദീകരണം തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന രീതിയിലാണെന്ന് ബഹുമാന്യനായ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അറിയിച്ചത്. അപ്പൊ ഏതായാലും ഇത് പർദ്ദ ആണെങ്കിലും പിന്നെ ഹിജാബിന്റെ കാര്യമാണെങ്കിലും ശരി, ഹിജാബ് സ്വാഭാവികമായും അത് പിന്നെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായ ഒരു നിയമം അഥവാ ശരീഅത്ത് എന്ന് പറയുന്നത്, പരിമിതമായ എന്റെ അറിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, അത് 100% പ്രകൃതിക്കും സമൂഹത്തിനും ഓരോ വ്യക്തിക്കും പിന്നെ എന്താ പറയാ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. പിന്നെ അതിന്റെ ഒരു കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെയോ കാര്യം എന്ന നിലക്ക് നമ്മൾ വ്യാഖ്യാനിക്കണമെന്ന് തോന്നുന്നില്ല. ഇസ്ലാമികമായ നിയമങ്ങൾ 100% പ്രകൃതിപരമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നതും എങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആ പിന്നെ കൃത്യമായ എന്താണോ ഇസ്ലാം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ശരീഅത്ത് ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോ എല്ലാവരും സംസാരിച്ചു, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ സ്ത്രീകൾ മറക്കണം. ഇപ്പൊ നമ്മളൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോ എത്ര വലിയ ഫെമിനിസ്റ്റുകളാണെങ്കിൽ പോലും ഞാൻ പിന്നെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറയല്ല, എന്റെ മുൻപിൽ ധാരാളം സഹോദരികളുണ്ട്, അന്യമതസ്ഥരായ സഹോദരികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പൊ നമ്മളൊരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പിന്നെ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ നടക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും ആളുകളെ കാണുമ്പോൾ ഒരു ലജ്ജ അഭിനയിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു പക്ഷേ മാരണം മറക്കുന്ന കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പൊ ഈ ചുരിദാറിന്റെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാണ് ഫസൽ സാഹിബ്, നിങ്ങളുമായി തന്നെ. ഇപ്പൊ ചുരിദാർ ഓപ്പൺ വേണോ അതല്ലെങ്കിൽ പിന്നെ അടിഭാഗം തുന്നിയ രീതിയിലാവണോ എന്നത് വലിയ ചർച്ച നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നടക്കുന്ന സമയത്ത് ഈ ഓപ്പൺ ചുരിദാറിട്ട ആളുകൾ പോലും ഒരാളെ കാണുമ്പോൾ അതല്ലെങ്കിൽ ഉപ്പനെ കാണുമ്പോൾ ഉമ്മനെ കാണുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാരെ കാണുമ്പോൾ നമ്മളെപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ രണ്ട് കൈകൊണ്ട് പിടിച്ച് പ്രയാസപ്പെടുന്നത് കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാ പിന്നെ ആയുധം ഇങ്ങനെ കഷ്ടപ്പെട്ട കാര്യമുണ്ടോ?
നേർക്ക് നേരെ അങ്ങനെ ശീലിച്ചാ പോരെ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന ഈ ലജ്ജയോ അതല്ലെങ്കിൽ പ്രയാസങ്ങളോ ഇത് തന്നെയാണ് ഇസ്ലാം ഇതിൽ കാണുന്നത്. ഇത് സുരക്ഷിതത്തിന്റെ പ്രശ്നമാണ്. പിന്നെ ഇപ്പോ മുഖമൂടി മറയ്ക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അത് നേരത്തെ IP അബ്ദുസ്സലാം വിശദീകരിക്കുന്നുണ്ടായി. അത്ര സ്ട്രോങ്ങിൽ ഞാനത് വേണ്ടെന്ന് പറയില്ല. കാരണം നേരത്തെ റുക്സാന പറഞ്ഞു അതിലൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പത്രപ്രവർത്തന നിലക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട് നടന്ന സമരം റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിരുന്നു. ആ സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം ഈ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത് മുഴുവൻ അതാണ്, ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തെ നമ്മൾ അങ്ങനെ ചുംബിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ടോ സംരക്ഷിക്കേണ്ട ഒരു സംഗതിയല്ല സ്വാതന്ത്ര്യം എന്ന് പറയും. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടത് സ്വാഭാവികമായും നിലവിലുള്ള നിയമങ്ങൾ കൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ നിലനിർത്താൻ നിയമപരമായ മാർഗങ്ങൾ. ഇപ്പോ ഈ ഫാസിസ്റ്റുകൾ അതല്ലെങ്കിൽ എന്താ പറയാ ഈ ഗുണ്ടകളെന്നോ സദാചാര ഗുണ്ടകളെന്നൊക്കെ പറയുന്ന ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് പരസ്യമായ സദാചാര ലംഘനം നടത്തുകയാണ്. അത് നമുക്ക് ഒരു നിലക്ക് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സദാചാര ഗുണ്ടകൾ നാട്ടിലുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്? നിയമം മൂലമാണ്. ഇവിടെ പോലീസുണ്ട്, ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചായിരിക്കണം അതിനെ തടയേണ്ടത്. അതിനു പകരം സദാചാര ഗുണ്ടകളെ തടയാൻ എന്ന പേരിൽ തനി കാന്തോ നിത്യം റോട്ടിൽ കിടന്ന് കാണിച്ചാൽ, അതുകൊണ്ടാണ് ബഹുമാന്യനായ പിണറായി വിജയൻ പറഞ്ഞത് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് നടക്കണം, റോട്ടിൽ നടക്കുന്നതേ റോട്ടിൽ നടക്കാൻ പാടുള്ളൂ. വൈകിയാണെങ്കിലും ബഹുമാന്യനായ CPM സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നാനുള്ള കാരണം അതാണ്. ആദ്യം ഈ സമരത്തെ CPM അനുകൂലിച്ചതാണ്. പിന്നെ DYFI പറഞ്ഞല്ലോ ഏത് ഈ തരത്തിലുള്ള സമരം പാടില്ല, കാരണം ആളുകൾക്ക് ലജ്ജയുണ്ടാക്കുന്നു, പ്രയാസമുണ്ടാക്കുന്നു. ഈ നാട്ടിലൊരു വ്യവസ്ഥ ഉണ്ട്. ഈ നാട്ടിലെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളും സഹോദരിമാരും അച്ഛനും അമ്മയും ബാപ്പയും ഒക്കെ ചേർന്നതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ പാരമ്പര്യത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമര രീതി നമ്മൾ സൂക്ഷിച്ചു വെച്ച മൂല്യങ്ങളുടെ സാംസ്കാരിക ബോധത്തിന്റെ തകർച്ചക്കാണ് കാരണമാവുക എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ പർദ്ദന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. പർദ്ദന്റെ വിഷയം അങ്ങനെയാണ്. നമ്മളിപ്പോ ഈ പർദ്ദനെ എതിർക്കുമ്പോ അതല്ലെങ്കിൽ ഹിജാബിനെ എതിർക്കുമ്പോ ഇനിയിപ്പോ നാളെ എനിക്ക് പേടിയാണ്. കാരണം ചുംബന സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സദാചാര ഗുണ്ടകളെ അടിക്കാൻ എന്നോണം ഇറങ്ങിയ ആളുകൾ, അമർത്താൻ എന്നോണം ഇറങ്ങിയ ആളുകൾ പരസ്പരം ചുംബിക്കാൻ. അപ്പൊ ഈ പർദ്ദന്റെ ഈ സംസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ചർച്ച ഇതാക്കാൻ വേണ്ടി നാളെ ആളിടയിൽ പോയി ഉള്ള മക്കളെയും വലിച്ചെറിയോ എന്നുള്ള പേടിയാണ്. അതല്ലെങ്കിൽ ഉള്ള ചുരിദാറും കൂടി ഒരു അയച്ചെറിയോ എന്ന പേടിയാണ് എനിക്ക് സ്വാഭാവികമായും പങ്കുവെക്കാനുള്ളത്. അതെ, പർദ്ദ ധരിച്ചു വന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പിടിച്ചുകൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽ നല്ല പർദ്ദധാരിയായ ഒരു പെണ്ണിനെയും കാണാം. അത് പെണ്ണാണോ ആണാണോ എന്നുള്ളത് വേറെ. ആണാണോ അറിയില്ല. ആ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് വിവാദങ്ങൾക്ക് പോവല്ല. അപ്പൊ ഇവിടെ സ്വാഭാവികമായും വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കണം. അതോടൊപ്പം തന്നെ ശരീഅത്തിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളും ശരീഅത്തിന്റെ നിർദ്ദേശങ്ങളും ഈ രാജ്യത്ത് ഈ സമൂഹത്തിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് മര്യാദപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് വിനീതമായ എന്റെ അഭിപ്രായം. പിന്നെ ഫാഷന്റെ കാര്യം. ഈ ഫാഷൻ നിശ്ചയിക്കുന്ന ആരാ? അത് ശരീഅത്തല്ല. ഫാഷൻ നിശ്ചയിക്കുന്നത് വിപണന തന്ത്രമാണ്. ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ കുടുംബസമേതം ഗൾഫ് കൺട്രീസിലൊക്കെ നിന്ന ആളുകൾ തിരിച്ചു വരുമ്പോ അതുപോലുള്ള പർദ്ദയായിട്ട് വരികയാണ്. അത് ചിലപ്പോ എന്താ പറയാ ശരീരവുമായി ഒട്ടിച്ചേരുന്നതോ അതല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന തരത്തിലുള്ളതോ ആവാണ്. അതിനോട് യോജിക്കാൻ ഒരു നിലക്കും നമുക്ക് സാധ്യമല്ല. ആ നിലക്കുള്ള പർദ്ദാ സമ്പ്രദായമോ വസ്ത്രധാരണ രീതിയോ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മുഖംമൂടി നടക്കുക എന്നുള്ളത് അതിര് കവിഞ്ഞ ഏർപ്പാടാണ്. അത് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. കാരണം ഇസ്ലാം വെച്ചിട്ടുള്ള നിയമത്തിന്റെ അപ്പുറം ചാടി ഒരു വലിയ മുസ്ലിമായി അഭിനയിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് ഈ കാര്യത്തിലുള്ള. ഏതായാലും ഇവിടെ ചർച്ചയും സംവാദങ്ങളും നടക്കണം. ചർച്ചയും സംവാദങ്ങളും നടക്കണം. ആരോഗ്യകരമായ ചർച്ചകൾ നടക്കണം. സംഘടനകൾ ഒഴിവാക്കി അതിന്റെ പേരിലുള്ള നടപടികളിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ പിന്മാറി ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഗുണം തന്നെ അതിനൊക്കെ ഉണ്ടാകും.
എന്നതാണ് ഫസൽ സാഹിബ് തുടങ്ങി വെച്ച വിവാദത്തിന് പിന്നെ അതിന്റെ പര്യവസാനം എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇതിന് അവസരം തന്ന MES-ന് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ സംവാദം ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. PT മൊയ്തീൻകുട്ടി സാഹിബ് MSS-നെ പ്രതിനിധീകരിച്ചുകൊണ്ട്. വീരാൻകുട്ടി മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ വീരാൻകുട്ടി സാഹിബ്, MES-ന്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ, അവരല്ല ഇവിടെ വിഷയം. ഒരു ഡ്രസ് കോഡ് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. അതിൽ മതം ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. മതസംഘടനകളുടെ ഓരോ സംഘടനകളുടെയും പ്രതിനിധികൾ, ചില വിഭാഗം ഒഴിച്ചു ബാക്കി എല്ലാത്തിന്റെയും പ്രതിനിധികൾ മതത്തെക്കുറിച്ച്, മതത്തിന്റെ കാഴ്ചപ്പാടുകൾ, ആയത്ത് ഹദീസും ഒക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു മത പണ്ഡിതനല്ലാത്തതുകൊണ്ട് മതത്തിലേക്ക് തൽക്കാലം ഞാൻ കയറുന്നില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സാമൂഹിക നിരീക്ഷണം മാത്രമാണ് ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് മതം പറയാത്തതുകൊണ്ട് തന്നെ നിങ്ങളിത് കേട്ടേ പറ്റൂ എന്നാണ് എന്റെ അഭിപ്രായം. ഒരു സംഭവം പറയാം, രണ്ട് സംഭവം പറയാം. ഒന്ന്, ലോസ് ഏഞ്ചൽസില് സ്ട്രീറ്റിലൂടെ ഒരു ലേഡി നടന്നു